തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാജ്യത്ത് വിവിധ തരത്തിലുള്ള അഭിപ്രായ സർവേകൾ നടത്താറുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങളും അങ്ങനെ പലതരത്തിലുള്ള പല പ്രവചനങ്ങളും നടത്താറുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പ് സർവേകളാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. ഇത്തരത്തിൽ പുറത്തു വരുന്ന സർവേകൾ പലതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നാണ് പൊതുവെ ഉയർന്ന ആരോപണം. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അഭിപ്രായമാണ് സർവേയിലൂടെ നടത്തുന്നതെന്ന് വ്യക്തമാക്കുന്ന ഇത്തരം സർവേകളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാകണമെന്നാണ് ഏറെ പേർ ആഗ്രഹിക്കുന്നുണ്ടെന്നുമുള്ള NDTVയുടെ അഭിപ്രായ സർവേ ഫലം പുറത്തു വന്നിരുന്നു. സർവേ റിപ്പോർട്ട് പുറത്തു വന്നതോടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകളാണ് സർവേയുടെ ആധികാരികതയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം സർവേയിൽ തന്റെ പേരില്ലാത്തതിനാൽ സന്തോഷമേ ഉള്ളൂ എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഒരു പണിയുമില്ലാത്ത ചിലരാണ് സർവേ നടത്തുന്നതെന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ സമൂഹത്തിൽ കുറച്ചു പേരിലെങ്കിലും സംശയത്തിന്റെ വിത്ത് പാകിയിരിക്കും. എന്നാലും സ്വന്തം പ്രസ്ഥാനത്തിനും അതിലെ അറിയപ്പെടുന്ന ഒരു നേതാവിനും അനുകൂലമായ ഒരു അഭിപ്രായ സർവേ പുറത്തു വന്നിട്ട് രമേശ് ചെന്നിത്തലയെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇത്തരം ഒരു പരാമർശം ഉന്നയിക്കുമ്പോൾ ഏതൊരാൾക്കും സംശയം തോന്നുന്നതിൽ തെറ്റു പറയാനില്ല. ഒരു പണിയുമില്ലാത്ത ചിലരാണ് സർവേ നടത്തുന്നതെന്ന പരാമർശം തന്നെ നമുക്കെടുക്കാം. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ശരിയായ രീതിയിലുള്ള അഭിപ്രായ സർവേ അല്ല നടത്തുന്നതെന്നാണ്. ജനങ്ങളുടെ ശരിയായ മാനസിക വികാരം വിലയിരുത്തി സർവേ നടത്തിയാൽ സർവേ ഫലം ഇത്തരത്തിലാകില്ലെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സ്വീകാര്യതയും ഹൈപ്പും കണക്കിലെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന സർവേകളാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സോഷ്യൽ മീഡിയയിൽ നല്ല PR ടീമിനെ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കും. അങ്ങനെയുള്ള റീച്ചിന്റെ അടിസ്ഥാനത്തിൽ സർവേ നടത്തും. സർവേയുടെ അവസാനം PR വർക്കിൽ മുന്നിൽ നിൽക്കുന്ന പാർട്ടിക്ക് അനുകൂലമായ സർവേ ഫലവും പുറത്തുവരും. ഇങ്ങനെയൊക്കെ നടക്കുന്ന സർവേ ഫലങ്ങൾ പുറത്തു വരുന്നതോടെ പകുതി ജനങ്ങളും സർവേ ഫലം മാത്രം കണക്കിലെടുത്ത് വോട്ട് ചെയ്യും. ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പാക്കാമെന്നാണ് പല രാഷ്ട്രീയ പാർട്ടികളും വിശ്വാസം. അതിനാലാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലതരത്തിലുള്ള സർവേകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം NDTV സർവേ പ്രകാരം കോൺഗ്രസിലെ ഗ്രൂപ്പിസം തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമായി കാണുന്നുണ്ട്. 42% പേരാണ് കോൺഗ്രസിലെ ഗ്രൂപ്പിസം കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് കരുതിയിരിക്കുന്നതെന്നാണ് സർവേ ഫലത്തിലുള്ളത്. അതേസമയം 22.4% പേർ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനെ അനുകൂലിക്കുന്നുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് 18% പേർ അനുകൂലിക്കുമ്പോൾ KK ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് 16.9% പേരും അഭിപ്രായപ്പെടുന്നുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ 14.7% പേർ പിന്തുണച്ചപ്പോൾ തിരുവനന്തപുരം MP ശശി തരൂരിന് 9.8% പിന്തുണയാണ് ലഭിച്ചത്. സർവേ ഫലം എങ്ങനെയും വരാം. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് വിധി എഴുതേണ്ടത്.